കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ റയൽ നടത്തിയ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ഏതായിരിക്കും? വിനീഷ്യസ് ജൂനിയർ ആണോ അതോ റോഡ്രിഗോയോ? ഇനി ജൂഡ് ബെല്ലിംഗ്ഹാം ആവുമോ അതോ എംബാപ്പയോ? പലർക്കും പല ഉത്തരങ്ങളും ഉണ്ടാവും. പക്ഷേ റയലിൻ്റെ മത്സരങ്ങൾ സ്ഥിരമായി കാണുന്ന ഏതൊരാൾക്കും തിബോ കോർട്ടോസിന് താഴെ ഇവരെല്ലാം വരും. എത്ര പോയിന്റുകളാണ് ആ ഒരൊറ്റ മനുഷ്യൻ നേടിത്തന്നത്? എത്ര കിരീടങ്ങളാണ് അയാൾ കാരണം ഷെൽഫിലെത്തിയത്? ഗോളെന്ന് സകലരും ഉറപ്പിച്ച് എത്ര നീക്കങ്ങളാണ് അയാൾക്ക് മുന്നിൽ നിർവീര്യമായി പോയത്? റയലിലെ തന്റെ തുടക്കകാലത്ത് കേട്ട വിമർശനങ്ങളൊക്കെയും ചവിട്ടുപടികളാക്കി അയാൾ നടന്നു കയറിയത് ക്ലബിന്റെ ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്കാണ്. ആരാധകരുടെ വികാരം അറിഞ്ഞു പെരുമാറുന്ന അയാൾ മാത്രമാണ് ഇന്നലെ മത്സരശേഷം തങ്ങളുടെ കാണികൾക്ക് മുന്നിൽ പോയത്. 2 ആഴ്ച മുമ്പ് ലാലിഗയുടെ തലപ്പത്തിരുന്നവരാണ് റയൽ. പക്ഷേ എവയിൽ ഒസാസിനക്ക് മുന്നിലും ഹോമിൽ ഗെറ്റാഫയ്ക്ക് മുന്നിലും തോറ്റതോടെ ആസാനം ബാഴ്സയ്ക്ക് മുന്നിൽ വെച്ചുമാറേണ്ടി വന്നു. ഇപ്പോൾ 4 പോയിന്റ് വ്യത്യാസത്തിൽ രണ്ടാമതാണ് ഇരിപ്പ്. അതും 2019 ശേഷം ആദ്യമായി തുടർച്ചയായി 2 ലീഗ് മത്സരം തോറ്റിട്ട്. 2008 ഗെറ്റാഫെ അവസാനമായി ബെർണബ്യൂവിൽ വിജയിക്കുന്നത്. അതായത് കഴിഞ്ഞ 18 വർഷക്കാലമായി തങ്ങൾക്ക് സാധിക്കാത്തൊരു നേട്ടമാണ് ഇന്നലെ ഗെറ്റാഫെ നേടിയത്. അതും വെറും 25-ൽ താഴെ ശതമാനം പന്തടക്കം വെച്ച്. 15 വർഷക്കാലമായി തങ്ങൾക്ക് വീഴ്ത്താനാത്ത റയലിനെ ഒസാസുന അട്ടിമറിച്ചതും അത്ര തന്നെ പന്തടക്കവുമായാണ്. അതായത് കളി മൊത്തം കളിക്കുന്നത് റയലും പോയിന്റ് നേടുന്നത് എതിരാളികളും എന്ന അവസ്ഥ. 18 ഷോട്ടുകൾ, അതിൽ 7 ടാർഗറ്റിൽ. എക്സ്പെക്റ്റഡ് ഗോൾസ് ഓൺ ടാർഗറ്റ് 2.4. സാധാരണഗതിയിൽ ഏതൊരു ടീമിനും മത്സരം അനുകൂലമാക്കാൻ പോകുന്ന കണക്കുകളാണിവ. എന്നാൽ മാർട്ടിൻ സാഡ്രിനാനോയുടെ ബുള്ളറ്റ് ഷോട്ടിന് മുന്നിൽ 3 പോയിന്റ് അടിയറ വെച്ച റയലിന്റെ കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാറ്റ്സാണിത്. വിനിയും ഗുള്ളറും ഗോൺസാലോ ഗാർഷ്യയും എല്ലാം പഠിച്ച പണി 18 നോക്കിയിട്ടും ഡേവിഡ് സൂറിയയെ മറികടന്ന് ഒരൊറ്റ ഷോട്ട് പോലും വലയിലെത്തിക്കാനായില്ല. തനിക്ക് നേരെ വന്ന 7 ഷോട്ടും നടത്തിയിട്ട് സൂറിയ ബെർണബ്യൂവിലെ ഗെറ്റാഫയുടെ ചരിത്ര വിജയത്തിന്റെ നട്ടെല്ലായി മാറി. ലീഗിൽ 12 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിൽ നിന്ന് 36 പോയിന്റുകൾ നേടാനാകും. അതാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള ലക്ഷ്യം. ലാലിഗ കിരീട പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല. മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ റയൽ പരിശീലകൻ അർബലോ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരിയാണ്, റയലിന് മറികടക്കാൻ വെറും 4 പോയിന്റിന്റെ ദൂരമേ ഉള്ളൂ. അതിന് വെറും 2 മത്സരമേ വേണ്ടി വരൂ. എന്നാൽ ക്ലബിനൊപ്പമുള്ള തന്റെ ആദ്യ കിരീടം സ്വപ്നം കാണുന്ന അർബലോക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ടീമിലാകെ കാണുന്ന ചില താളപ്പിഴകളാണ് അതിലൊരു കാരണം. താരങ്ങളുടെ അടിക്കടിയുള്ള പരിക്കും ഫോമില്ലായ്മയും പല കളികളും റയലിന്റെ ഗെയിമിനെ ബാധിക്കുന്നുണ്ട്. 11ലും ഫോർമേഷനിലും പരിശീലകൻ അർബലോ നടത്തുന്ന ചില പരീക്ഷണങ്ങളും അതിന് കാരണമാവുന്നു. തിബോ കോർട്ടോസിനെ പോലെ വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമേ ഗ്രൗണ്ടിൽ സ്ഥിരത പുലർത്തുന്നുള്ളൂ. കിരീടത്തിനായി പോരാടുന്ന ഒരു ടീമിൽ 11 പേരും മാച്ച് വിന്നറാകാൻ പോകുന്നവരാകണമെന്നത് നിർബന്ധമാണ്. അതാണ് റയലിന്റെ ഈ നിരയിൽ ഇല്ലാതെ പോയത്. ഗെറ്റാഫയ്ക്കെതിരായ തോൽവിയിൽ പഴിക്കേണ്ടത് താരങ്ങളെയല്ല, മറിച്ച് തന്നെയാണെന്നാണ് അർബലോ പ്രസ് മീറ്റിൽ പറഞ്ഞത്. എംബാപ്പെ ഇല്ലാത്തതല്ല റയലിനെ അലട്ടിയതെന്നും മത്സരത്തിൽ താനെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്നും അർബലോ പറഞ്ഞു. തിയാഗോ പിറ്റാർച്ചിനെ പിൻവലിച്ചപ്പോൾ കാണികൾ ഒന്നാകെ കൂവിയിരുന്നു. ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നതിന് തെളിവായിരുന്നു അത്, അർബലോ പറഞ്ഞു. റയൽ കുപ്പായത്തിൽ ആദ്യമായി ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്ത പിറ്റാർച്ച് കളിച്ച 55 മിനിറ്റും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കോപ്പ ഡെൽ റേ ആദ്യ റൗണ്ടിലെ കൈവിട്ട റയലിന് ചാമ്പ്യൻസ് ലീഗിന് നോക്കൌട്ട് യുദ്ധമാണ്. മാഞ്ചസ്റ്റർ സിറ്റി എന്ന സ്ഥിരം എതിരാളികളെയാണ് അവർക്ക് അവിടെ നേരിടേണ്ടത്. ലാലിഗയിൽ ഇനിയുള്ള 12 മത്സരങ്ങളിലും അതുപോലെ ശക്തരായ എതിരാളികളെയാണ് റയൽ കാത്തിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ സെൽറ്റ വിഗോ. സീസണിലെ ആദ്യ മത്സരത്തിൽ ബെർണബ്യൂവിലിട്ട് റയലിനെ 2 ഗോളിന് തീർത്തവർ. സസ്പെൻഷൻ മൂലം ഫ്രാങ്കോ മസ്തൻഡാനോ, അൽവാരോ കൈററസ്, ഡീൻ ഹ്യൂസൻ എന്നിവരെ ഇല്ലാതെയായിരിക്കും റയൽ സെൽറ്റയെ നേരിടാൻ ഇറങ്ങുക. സെൽറ്റയ്ക്ക് പിന്നാലെ എൽഷയെ സ്വന്തം മൈതാനത്ത് നേരിടുന്ന റയലിന് അത് കഴിഞ്ഞാൽ വരാനുള്ളത് മാഡ്രിഡ് ഡെർബിയാണ്. ലീഗിൽ തങ്ങളെ നാണം കെടുത്തിവിട്ട അത്ലറ്റിക്കോയോട് സ്പാനിഷ് സൂപ്പർ കപ്പിൽ പകരം ചോദിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം മൈതാനത്ത് അവരെ നേരിടുമ്പോൾ റയലിനത് യുദ്ധസമാനമായ ഒരു മത്സരമാണ്. മയോർക്ക, ജിറോണ, അലാവസ്, റയൽ ബെറ്റിസ്, എസ്പാനിയോൾ എന്നിവരെ നേരിട്ട ശേഷം മെയ് 11 റയലിന് എൽ ക്ലാസിക്കോ അംഗമാണ്. അതും ബാർസയുടെ തട്ടകമായ ക്യാമ്പ് നൗവിൽ. ലീഗിൽ ആദ്യ മത്സരത്തിൽ ബാർസയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അറേബ്യൻ മണ്ണിലിട്ട് തങ്ങളെ കശാപ്പ് ചെയ്ത ബാർസയോട് പകരം ചോദിക്കാൻ ഉറച്ചാവും റയൽ ഇറങ്ങുക. ഈ കടമ്പകളൊക്കെ താണ്ടി റയൽ തങ്ങളുടെ 37ാം ലാലിഗ കിരീടമുയർത്തുമോ? സിറ്റി എന്ന കടമ്പ കടന്ന് അവർ ചാമ്പ്യൻസ് ലീഗിൽ എത്ര ദൂരം മുന്നോട്ട് കുതിക്കും? ടീമിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അർബലോ കരുതുന്ന ഉപാധി എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും മത്സരങ്ങൾ നൽകും. ആവേശ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം.